ഇന്നാണ് കുംഭമാസത്തിലെ മകം നാൾ. ചോറ്റാനിക്കര ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും ഭക്തരെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസവും ഇന്ന് തന്നെയാണ്. ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അധികം തിരക്കും ഇന്നലെ മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മകം തൊഴൽ ക്രമീകരിച്ചിരിക്കുന്നതെങ്കിലും ഇന്നലെ രാത്രി മുതൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളും പുരുഷന്മാരും അടക്കം വിവിധ ആളുകൾ ഇവിടെ എത്തി മകം തൊഴാനുള്ള അവസരം കാത്തു നിൽക്കുകയാണ്. ആ തിരക്കുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ സമയം 10 മണി ആയിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ 5:30 ഓണക്കുറ്റിച്ചിറയിൽ നിന്നും ഇറക്കിപ്പൂജയും ആറാട്ടും നടത്തിയതോടുകൂടി ഇത്തവണത്തെ മകം ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഉത്സവമേളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 11 മണിയോടുകൂടി ഉത്സവമേളം പൂർത്തിയായി കഴിഞ്ഞാൽ 11 മണിക്ക് നടയടയ്ക്കും. അതിനുശേഷം 2 മണിക്ക് മകം തൊഴാൻ നട തുറക്കും. അങ്ങനെയാണ് ഈ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. 2 മണി മുതൽ രാത്രി 10:30 വരെയാണ് മകം തൊഴാൻ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. 1000 പോലീസുകാരെയാണ് അനിയന്ത്രിതമായ തിരക്ക് വരാനുള്ള ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് 1000 പോലീസുകാരെയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ വലിയ മറ്റ് ക്രമീകരണങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പ്രാഥമിക സൗകര്യങ്ങളടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ദർശനം ഒരുക്കുക എന്ന് മാത്രം ആലോചിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലവിലിവിടെ ഉത്സവമേളം നടക്കുകയാണ്. നമുക്കറിയാം, ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രായഭേദ ലിംഗഭേദമന്യേ ഇവിടെ ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇതിൻ്റെ ഐതിഹ്യ പെരുമ തന്നെയാണ് ഇങ്ങോട്ട് ഭക്തരെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നതും. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ എത്തുന്നത് സ്ത്രീജനങ്ങളാണ്. ഭാഗ്യവും ദീർഘസുമംഗലി ഭാഗ്യവും ഒക്കെ കൈവരുവാൻ പ്രാർത്ഥനയോടെ കൂടിയാണ് ഇവിടെ സ്ത്രീകൾ എത്തിച്ചേരുന്നത്. പുരുഷന്മാരും അതുപോലെ തന്നെ തങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനും മറ്റ് അവരുടെ നല്ല ജീവിതം പ്രദാനം ചെയ്യുന്നതിനുള്ള പ്രാർത്ഥനകളുമായി പുരുഷന്മാരും സ്ത്രീകളും പ്രായമുള്ളവരും കുട്ടികളും അടക്കം നല്ല വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതിനടക്കം ആളുകൾ ഇവിടെ എല്ലാ വർഷവും എത്തിച്ചേരുന്നു. ഓരോ വർഷത്തെയും ഉയരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആളുകളുടെ പ്രതികരണം നേടാം. ഇന്നലെ മുതൽ വന്നതാണോ? ഇന്ന് രാവിലെ വർഷവും വരാം? 2-3 വർഷമായിട്ട് വരുന്നുണ്ട്. ദേവി ആഗ്രഹങ്ങൾ സഫലമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. എപ്പോഴാണ്? ഞങ്ങൾ കണ്ണൂരാണ്. ഇന്നലെ ഗുരുവായൂർ പോയി. ഇന്ന് അത്ര ദൂരെ നിന്നാണ്? അതെ. എല്ലാ വർഷവും വരാം? ഇല്ല, ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യം വന്നിനോന്ന് ഓർമ്മയില്ല. പൊങ്കാലയിടാൻ പോകുന്നതാണ്. അന്നേരം ഗുരുവായൂരും പോയി ഇവിടെയും വന്നു. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. പൊങ്കാലയിടാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ ഇവിടെ കയറുന്നവരുമുണ്ട്. ഇന്നലെ മുതൽ അവരും ഗുരുവായൂർ അടക്കം ദർശനം നടത്തിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ 8 പേര് കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. ഗുരുവായൂർ തൊഴുത് ഇപ്പം ചോറ്റാനിക്കരയിൽ വന്ന് അമ്മയെ കണ്ട് പൊങ്കാലയിടാൻ വേണ്ടി ചോറ്റാനിക്കര എത്തി അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങി അതിനുശേഷം ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിലേക്ക് നീങ്ങുന്നവരാണ്. കണ്ണൂരിൽ നിന്നുള്ള ഒരു സംഘത്തെയാണ് കണ്ടത്. 8 പേരടങ്ങുന്ന സംഘം. ഇന്നലെ വന്നോ? ഇന്നാ വന്നേ. നേരത്തെ ഇന്നലെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ തിരക്ക് കൂടുതലാണോ? തിരക്ക് കൂടുതലാ, വളരെ കൂടുതലാ. ഒരുപാട് നേരമായോ ക്യൂ? ഇല്ല, കുറച്ച് നേരമായുള്ളൂ. ചേച്ചി എപ്പോഴാ വന്നത്? 7 മണിയായി വന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തിരക്ക് കൂടുതലാണോ? തിരക്ക് കൂടുതലാണ്. ഭക്തരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏറ്റവും അധികം തിരക്ക് കൂടുതലാണ് ഈ വർഷം എന്നാണ് പറയുന്നത്. പ്രാർത്ഥനകളുമായി ദേവിയെ സർവാഭരണ വിഭൂഷിതയായി ഒരു നോക്ക് കാണുവാൻ 2 മണിവരെയും ഈ ക്യൂവിൽ കാത്തു നിൽക്കാൻ അവരെല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ആ ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. നിലവിൽ ഉത്സവമേളം ഇവിടെ നടക്കുകയാണ്. 11 മണിയോടെ ഉത്സവമേളം 11 മണിയോടെ ഉത്സവമേളം പൂർത്തിയാവും. 2 മണിക്കാണ് മകം തൊഴൽ ആരംഭിക്കുക.